OKCK ഓടും കുതിര ചാടും കൊതിര. കുറെ ഭ്രാന്തന്മാർ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയോ? എനിക്കും അത് എന്നാ തോന്നിയത്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മൂവീനെ കുറിച്ച് മാത്രമേ ഞാൻ റിവ്യൂ പറയാറുള്ളൂ. ഇത് ഭയങ്കര ഫങ്കി ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പം എന്തെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ജോലിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. ഐ മീൻ എ സീരീസ് ഓഫ് മിസ്ഫയർസ്. അതിലെ ക്യാരക്ടേഴ്സ് പോലെ തന്നെ സ്ക്രീൻ പ്ലേയും ഭയങ്കര മെസ്ഡപ്പ് ആണ്. ഡിപ്രഷൻ, ഹ്യൂമൻ മൈൻഡിനൊക്കെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ആ ഫിലിം കണ്ടിട്ട് എനിക്ക് ഡിപ്രഷൻ അടിച്ചുപോയി. ആരൊക്കെ പറയുന്ന കേട്ട് കൊറിയൻ റോം ആണെന്ന്. കോമണ്ടായിരുന്നു, പക്ഷെ അതിനൊരു കുത്തലാണ് ഡയറക്ടർ മറന്നുപോയി. അത്രക്ക് വലിച്ചു നീട്ടിക്കൊണ്ടേ. ലോജിക് നിൽ, അത് ആ പടത്തിൽ തന്നെ 3-4 വട്ടം പറയുന്നുണ്ട്. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് മനസ്സിലായി അത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ. പിന്നെ കോമഡി എവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അതിൽ ലാൽ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്. മ്യൂസിക് അടിപൊളിയായിരുന്നു, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല പാട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ നല്ല സിനിമാറ്റോഗ്രാഫി. ഫഹദ് ഫാസിൽ കൊഞ്ചം ഓവറാ തെരിയത്. എന്റെ ഫഹദ് ഫാസിൽ ഇങ്ങനെയല്ല. ഇനി എനിക്ക് മാത്രമാണ് തോന്നിയെന്ന് അറിയില്ല. ഈ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളൊക്കെ നമ്മൾ ഈ അൽതാഫ് സലീമിന്റെ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞണ്ട് ഇറുക്കിയ പോലത്തെ ഒരു സിനിമയാണിത്. അതേപോലെ എല്ലാ എക്സ്പെക്ടേഷനിലുള്ള സിനിമ ആവണമെന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മളിങ്ങനെ ഒരു ലൂപ്പിൽ ഇങ്ങനെ കൊണ്ടുപോയി ആ ലൂപ്പ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ലാലാ ലാൻഡ് പ്രതീക്ഷിച്ചു പോയാൽ നോ മാൻസ് ലാൻഡിൽ എത്തിപ്പെടാം. അത്രക്ക് നോ സെൻസ് ഓഫ് ഡിറക്ഷൻ. അതിന്റെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.